സന്ധ്യയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായി ഏവർക്കും വളരെ പരിചിതമായ ചില തിരുവെടുത്തുകൾ ഒന്ന് വായിച്ച് സഹായിപ്പാൻ അപേക്ഷിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെടുത്തുകൾ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിപ്പാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. സന്നിധി ബോധം നൽകണമേ. തിരുവചനം ധ്യാനിപ്പാൻ ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് വിശേഷ കൃപ നൽകണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്ലേ? അനുഗ്രഹപ്രദമായ ഈ സന്ധ്യയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുകയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തൃദാസൻ ബേബി വർഗീസ് അവர்கள் കുടുംബം, ഈ സഭയിലെ മറ്റ് കർത്തൃദാസന്മാർ, മാന്യ ദൈവമക്കൾ, ദൂരത്തിരുന്നാരെങ്കിലും ഈ ശുശ്രൂഷ ഇപ്പോൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ പകല് അല്പസമയങ്ങൾ ദൈവവചനം ധ്യാനിപ്പാൻ അവസരം ദൈവം നമുക്ക് നൽകി. ഈ സന്ധ്യയിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം നാളെ പകൽ സഭായോഗത്തിലും ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. പരിചിതരായ പലരുണ്ട്. തോമാചാൻ അടക്കമുള്ള എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാരും, പ്രിയ ചാക്കോച്ചൻ കടന്നു വന്ന് അദ്ദേഹം, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ സന്ധ്യയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെടുത്തുകളാണ്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളും. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളും. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അടുത്ത വാക്യം, ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവും അതിനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹക്കൊടി എനിക്കു മീതെ വിരിച്ചു പ്രിയൻ, സ്നേഹക്കൊടി എനിക്കു മീതെ വിരിച്ചു പ്രിയൻ, ഞാനും സുഖേനെ വാഴുവാൻ പരമേശ, ഞാനും സുഖേനെ വാഴുവാൻ പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധിക ലൈനെടുത്ത് പാടുന്നില്ല, ഇടയ്ക്ക് പാടും. വളരെ പരിചിതമായ തിരുവെടുത്താണ് അല്പസമയത്ത് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഞാൻ താഴോട്ടൊന്ന് നിന്നോട്ടെ.
വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ, വിശേഷിച്ച് 21 ലേഖനങ്ങളിൽ വളരെ ആഴമേറിയ വിശേഷപ്പെട്ട ഒരു ലേഖനമാണ് നമുക്കറിയാം എഫേസ്യ ലേഖനം. ഇപ്പം വേണ്ട, എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിന് വേദപഠിതാക്കളിൽ ചിലര് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം ലേഖനങ്ങളുടെ റാണിയാണെന്ന്. ഇപ്പൊ നിങ്ങൾ ചിലര് എന്നെ നോക്കുന്നതിന്റെ അർത്ഥം ഇതൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. എനിക്കിങ്ങനെ ചെറിയ കാര്യങ്ങളെ അറിയാവൂ. അപ്പോൾ ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. അതിന് കാരണം എഫേസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം സഭ എന്നുള്ളതാണ്. സഭ സ്വർഗത്തിൽ, സഭ ഭൂമിയിൽ, സഭ സ്വർഗത്തിലും ഭൂമിയിലും, സഭ കുടുംബത്തിൽ, സഭ പോർക്കളത്തിൽ, സഭ ചുറ്റുപാടിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിന്റെ വിശേഷതകളായി ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, ഇതിനകത്ത് ചില ഏഴുകളുടെ കണക്കുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഏഴുകള്. 1-ാം അധ്യായത്തിന്റെ 4 മുതലും 2-ാം അധ്യായത്തിന്റെ 11, 12, 3-ാം അധ്യായത്തില് ഇതിനകത്തെല്ലാം ചില ഏഴുകള്. സർവായുധ വർഗത്തെ പറ്റി പഠിക്കുമ്പോൾ ഇങ്ങനെ ധാരാളം ഏഴുകള് ഈ പുസ്തകത്തിലുണ്ട്, ലേഖനത്തില്. 3, ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, ചില ധനത്തെ പറ്റി ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എഫേസ്യ ലേഖനം കൃപാധനം, അത്യന്തധനം, മഹിമാധനം, അപ്രമേയ ധനം, ഇങ്ങനെ ചില ധനങ്ങളെ പറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ധന്യനായ പൗലോസിന്റെ ആഴമേറിയ, ഈടുറ്റ, ശ്രേഷ്ഠമേറിയ 2 പ്രാർത്ഥന ഈ ലേഖനത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുമുള്ള തിരുവെടുത്തുകൾ പഠിക്കുമ്പോൾ പൗലോസിന്റെ ആഴമേറിയ, ഈടുറ്റ, ദീർഘമായ 2 പ്രാർത്ഥന. എല്ലാം വായിപ്പിക്കുന്നില്ല, ഒരു പ്രാർത്ഥനയൊന്ന് വായിച്ചു വിട്ടേര്, അറിവുള്ളതെങ്കിലും വായിച്ചോ. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെ. നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്, അനുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവാകുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തതിന്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായി അവൻ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരല്ല അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. ആ ഭാഗം മൊത്തം ഇരുന്ന് വായിക്കാം. ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഇതുപോലൊരു പ്രാർത്ഥനയാണ് 3-ാം അധ്യായത്തിന്റെ 14 മുതൽ. വായിപ്പിക്കുന്നില്ല, സമയം പോയതുകൊണ്ട്. അപ്പൊ ഈ ലേഖനത്തിൽ ഈടുറ്റ 2 പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനയ്ക്കും വളരെ, 1-ാമത്തെ പ്രാർത്ഥന അല്പം ദീർഘമാണ്. പൗലോസിന്റെ ഒരു വിശേഷത, ദീർഘമായിട്ട് പ്രാർത്ഥിക്കാനും അറിയാം, ചുരുക്കമായിട്ട് തൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന ഒന്ന് വായിച്ച്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ചെറിയൊരു പ്രാർത്ഥന. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. അത് ചെറിയ പ്രാർത്ഥനയാണ്. എഫേസ്യ ലേഖനം 1-15 മുതൽ ദീർഘമേറിയ പ്രാർത്ഥന, ധാരാളം വിഷയം. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 3-10 ചെറിയ പ്രാർത്ഥന, 2 വിഷയം. 1 നിങ്ങളുടെ മുഖം കാണണം, 2 നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കണം. അപ്പം ഞാനും നിങ്ങളും എല്ലാം ദീർഘമായിട്ട് പ്രാർത്ഥിക്കാനും ശീലിച്ചിരിക്കണം, സന്ദർഭോചിതമായിട്ട് ചുരുക്കമായി പ്രാർത്ഥിക്കാനും ശീലിച്ചിരിക്കണം. അത് പൗലോസിന്റെ ജീവിതാനുഭവം പഠിക്കുമ്പോൾ നമുക്ക് നല്ല പാഠങ്ങൾ തരിക. ആട്ടെ, പൗലോസ് ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിലൊന്നും ഭൗതികമായ, ലൗകികമായ, ദൃശ്യമായ, മെറ്റീരിയലായ ഒരു വിഷയത്തിനും പ്രാർത്ഥിക്കുന്നില്ല. തന്റെ പ്രാർത്ഥന മുഴുവൻ ആത്മമനുഷ്യനെ, അകത്തെ മനുഷ്യനെ, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ഒറ്റ വാക്കി പറയാം, ദൈവമക്കളോട്
നാം ആത്മീക വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത്, ഊന്നൽ കൊടുത്ത്, ആക്കം കൊടുത്ത് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയാൽ നമ്മുടെ ഭൗതിക വിഷയങ്ങൾ നടത്തി തരാനും ദൈവം വിശ്വസ്തനാ. ആത്മീകത്തിന് പ്രാധാന്യം കൊടുത്ത്, ആത്മീക വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്ത്, ആത്മീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഞാനും നിങ്ങളും മുൻപോട്ട് പോയാൽ, യത്നിച്ചാൽ, പ്രവർത്തിച്ചാൽ, മുൻപോട്ട് പോയാൽ നമ്മുടെ ഭൗതിക വിഷയങ്ങൾ നടത്തി തരുവാനും നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തൻ. പക്ഷേ നമ്മൾ ഭൗതിക വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് പോകുന്നെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും നടക്കത്തുമില്ല, ആത്മീകത്തിന് ഭംഗുവ. കൂടുതലും പേരങ്ങനെ ആട്ടെ. അപ്പൊ ഈ ലേഖനം വളരെ ആഴമേറിയ ഈടുറ്റ വിശേഷപ്പെട്ട ലേഖനമാണ്, വളരെ നല്ല ലേഖനമാണ്. ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട വിഷയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒന്നാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, രണ്ടാം അധ്യായത്തിൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി, മൂന്നാം അധ്യായത്തിൽ അപ്രമേയ ധനത്തെ പറ്റി വെളിപ്പെടുത്തി കൊടുത്തു, നാലാം അധ്യായത്തിൽ ദൈവസഭയുടെ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ, ആറാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചോ, ഒന്നാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ഒന്നാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. യോഗ്യത ഉള്ളത് കൊണ്ടല്ല, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ഇടയിൽ ചില ആൾക്കാരുടെ ഭാവവും ഇരിപ്പും ഒക്കെ കണ്ടാൽ എന്നെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൽ വലിയ സംഭവം നടന്നേനം എന്നുള്ള രീതിയിലൊക്കെ ചിലരുടെ ആ മനോഭാവം. യോഗ്യതയുള്ളത് കൊണ്ടല്ല നമ്മെ തെരഞ്ഞെടുത്തത്, യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. ഒരു പഴയ പാട്ടിന്റെ ഒരു വരിയുണ്ട്, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം പാടും കീർത്തനങ്ങൾ, വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യ പാടും കീർത്തന ഞാൻ ചേർത്തതിനാലെന്നെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ അനുഭവ സാക്ഷ്യം പറയാറുണ്ട്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടില്ല. ഓർപ്പിച്ചല്ല അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് കുട്ടനാടെന്ന് പറയുമ്പം കൊള്ളുകാലത്തെ സ്ഥലം പോലെ. പണ്ടൊരു വീട്ടിലെ ഒരു പെണ്ണ് കാണാനായിട്ട് എന്നെയും കൂടെ കൊണ്ടുപോയി, ഒരു പയ്യനെ പെണ്ണ് കാണാൻ. അപ്പം ആ പയ്യൻ്റെ അമ്മ ഒരല്പം സാമർത്ഥ്യക്കാരിക്കാം. അപ്പം വർത്താനം പറഞ്ഞു, എവിടാ വീടെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു കാവാലത്താ. കാവാലം? ഞാൻ പറഞ്ഞ കുട്ടനാടോ? ഓ, വെള്ളക്കുഴിയാ അല്ലയോ? പെണ്ണിനെ തരികയില്ലെന്ന്. എൻ്റെ പെണ്ണിനെ വെള്ളക്കുഴിക്കകത്ത്? ഞാൻ പറഞ്ഞതല്ല, എവിടെങ്ങും പെണ്ണുങ്ങളാരും ഇല്ലയോ? അതിലും കെടുകെട്ടിയ പെണ്ണുങ്ങൾ കുട്ടനാട്ടിൽ ഉണ്ട്. തോമാച്ചാനൊക്കെ അറിയാം. കുട്ടനാട്ടിലെ വളരെ ധനാഢ്യനായ ഒരു മനുഷ്യനാ കായൽ രാജാവ് എന്ന് പറയും. മുരിക്കൻ കേട്ടിട്ടുണ്ടോ? കായൽ കൃഷി ചെയ്യുന്ന സ്ഥലം പുള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. 5000 ചില്ലുവാന ഏക്കർ. ഞാൻ ഓർത്ത് നിങ്ങളൊന്ന് ഞെട്ടുവായിരിക്കുമെന്ന്. നിങ്ങൾ ഇതിലും വലുത് കേട്ടാൻ ഞെട്ടുകയല്ല. പിന്നെ
5000 ചില്ലുവാൻ ഏക്കർ കൃഷിഭൂമി സ്വന്തം. ചെറിയ കാര്യമാണ്. നമുക്ക് ഒരേ ഏക്കറുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തള്ളവരലല്ല നടക്കുന്നത് ചിലര്. ഇനി അദ്ദേഹത്തിന്റെ ബന്ധുക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പാറായി തരകന്റെ മകള്, ചേർത്തല. വലിയ തനാട്ടീര അന്നത്തെ കാലത്ത്. ആ പഴയ ആൾക്കാരൊക്കെ വർത്താനം പറഞ്ഞു, നീ എന്നെ വലിയ പാറായി തരകന്റെ അത്രയ്ക്ക്. അപ്പം ഒരു കഥയല്ലൊരു സംഭവം കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഇയാൾ മുരുകന്റെ കഥ പറയാൻ വന്നതാന്ന് തോന്നുന്നു. അല്ല, വിഷയം പറയുമ്പോൾ അതിന് ഒരു സന്ദർഭോചിതമായി. മുരുകന്റെ ഭാര്യയും മരുമകൾ പാറായി തരകന്റെ മോള അടുക്കളയെ പെരുമാറിയപ്പം വർത്താനം പറഞ്ഞപ്പം ഈ അമ്മ മരുമകളോട് പറഞ്ഞ് എടി ഈ നെല്ല് കൊണ്ടിങ്ങനെ കൂട്ടി മൂട കൂട്ടുക എന്നാ പറയുന്നത്, കുട്ടനാടൻ ഭാഷ. മൂട കൂട്ടുക. ഈ 5000 ചില്ലുവാനും കൃഷി ചെയ്തതിൻ്റെ നെല്ലിങ്ങനെ കൊണ്ട് മല പോലെ കൂട്ടി. അപ്പം മാളികയാ 2 നിലയുടെ മണ്ടയിൽ. അമ്മായിയമ്മ മരുമകളോട് വന്നപ്പോൾ നെല്ല് അതിലും മേളിൽ കയറി. അപ്പം അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു, എടി ഞങ്ങളുടെ ഈ മൂടയെ കയറി നിന്ന് നോക്കിയാൽ നിന്റെ ചേർത്തലയിലെ പാറായിലെ വീട് കാണാം. അതുപോലെ കളരത്തില്ല. മരുമകൾ മോശമല്ല. മരുമകൾ ഉടനെ വിട്ടു പറഞ്ഞു, ഓ അത് ഞങ്ങളുടെ കരിക്കും വെള്ളത്തിനകത്ത് കുഴയാനില്ലെന്ന്. അപ്പൊ അവർക്ക് തെങ്ങും തോപ്പ് അതുപോലെ ഉണ്ട്. ചേർത്തല മുതൽ തേങ്ങ ഇട്ടാ കേട്ടിട്ടുണ്ട് 40 പേര് എല്ലാ ദിവസവും തേങ്ങ ഇട്ട് അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ ആദ്യം ഇട്ടിടം പൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാ ഞാന്. അപ്പൊ അത്രയ്ക്ക് വലിയ ഭൂജന്മികളും ധനാഢ്യരാ. അപ്പൊ ഞാനേ പറഞ്ഞത്, യോഗ്യതയൊക്കെ വെച്ച് നോക്കിയാൽ മുരുകനെയും പാറായി തരകന്റെ ഹോർമീസും ഒക്കെ അവരെയാ ഈ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഒരു പറ കണ്ടം പോലും ഇല്ലാത്ത എന്നെ ദൈവം ഞങ്ങളുടെ നാട്ടിലെ കുട്ടനാട്ടിലെ പുളിങ്ങുന്നില് അന്നത്തെ കാലത്ത് വലിയ വിദ്യാനിപുണന IC ചാക്കോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. IC ചാക്കോ 1800കളിൽ ലണ്ടനിൽ പോയി പഠിച്ചയാളാ. കപ്പൽ കയറി 1800കളിൽ. അയാള് ഭൂഗർഭശാസ്ത്രത്തിൽ ബിരുദമെടുത്തയാള് ലണ്ടനിൽ നിന്ന്. അയാളുടെ വിദ്യാഭ്യാസം ഈ പേരെഴുതി വെച്ച് ഡിഗ്രി എഴുതിയ അത് തന്നെ വേണം കുറെ ഏറെ സ്ഥലം. എനിക്കത് പറയാനൊന്നും അറിയാൻ മേല. കേട്ടിട്ടുണ്ട് വത്തിക്കാനിൽ നിന്ന് പോപ്പ് പ്രത്യേക അനുവാദം കൊടുത്ത് പുളുങ്ങുന്ന പള്ളിയിൽ പുള്ളി ഇരുന്നോണ്ട് കുർബാന കണ്ടാൽ മതി, പ്രത്യേക കസേര പോപ്പ് അനുവദിച്ചതാ. വലിയ വിദ്യാനിപുണനാ. ഭാഷാ സാഹിത്യത്തിന്റെയൊക്കെ പ്രധാന ചുമതല വഹിച്ചയാളാ. പക്ഷേ എന്റെ ഭാഷയാ. ആ വിദ്യാനിപുണനായ അദ്ദേഹത്തെ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം തെരഞ്ഞെടുത്തില്ല. 10ാം ക്ലാസ് പോലും ജയിക്കാത്ത എന്നെ തോമാച്ചായ ദൈവത്തിന് മഹത്വം. ഹരിത വിപ്ലവത്തിന് വലിയ നാന്ദി കുറിച്ച ആളാ MS സ്വാമിനാഥൻ. നിങ്ങൾക്കറിയാം, എന്നേക്കാൾ അറിവുണ്ടല്ലോ. ഇന്ത്യ കണ്ടതിലും വെച്ച് പ്രഗത്ഭരായ മനുഷ്യനാ, കുട്ടനാട്ടുകാരനാ. അന്നേരം ആ തള്ള പറയാ വെള്ളക്കുഴിയാന്ന്. അത് പോട്ടെ, എത്രയോ പ്രഗത്ഭന്മാര്. പക്ഷെ അവർക്ക് വെളിപ്പെടാത്തതും അവരെ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം കണ്ടില്ല. യാതൊരു യോഗ്യതയും എല്ലാം കൊണ്ടും ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ആ ദേശത്തിന് ദൈവം തിരഞ്ഞെടുത്തു. ചെറിയാച്ചൻ പാടിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്, സ്വർഗസുഖം അണുവള്ളമും അനുഭവമാകാൻ, സ്വർഗസുഖം അണുവള്ളവും അനുഭവമാകാൻ, യോഗ്യതയില്ലകതയെന്ന് കൽപ്പവുമോർഗി, യോഗ്യതയില്ലകതയെന്ന് ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി, പാപ
ശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയാൻ ഞാൻ രക്ഷിതനായി. പാപശിക്ഷകൾ പോയി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നി ലോകത്തിൻ പാപം. മഹോന്നതൻ വഹിച്ചിടുന്നി ലോകത്തിൻ പാപം. ഓ മഹോന്നതൻ വഹിച്ചിടുന്നി ലോകത്തിൻ പാപം. സർവ ലോകത്തിൻ ശാപം. സർവ ലോകത്തിൻ ശാപം. അപ്പൊ ഞാന് പറഞ്ഞത്, ഞങ്ങളുടെ ദേശത്ത് അങ്ങനെ ഒത്തിരി പ്രഗത്ഭന്മാർ, സർദാർ KM പണിക്കര്, ചാലകിൽ പണിക്കര് വലിയ ജന്മിമാരാ, വിദ്യാവിധിമുണനുമാ. അദ്ദേഹം മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടൊക്കെ ഇരുന്നയാളാ. അദ്ദേഹത്തിന് കാവാല നാരായണ പണിക്കർ, അദ്ദേഹത്തിന്റെ മകനാ കാവാല ശ്രീകുമാർ, പിന്നെ ട്രാവൻകൂർ സിസ്റ്റേഴ്സ്, ഇവരെല്ലാം ബന്ധുക്കളാ. ഡോക്ടർ അയ്യപ്പ പണിക്കര്. അപ്പൊ ഇങ്ങനെയൊക്കെ ധാരാളം പ്രഗത്ഭന്മാരും ഉന്നത കുലീനന്മാരും ഒക്കെ ഉള്ള ദേശത്ത് നിന്ന് ഇങ്ങനെയുള്ള യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്തു. നിങ്ങളിലും ചിലർക്ക് ഇതുപോലെ സാക്ഷ്യം പറയാൻ കാണും. അപ്പൊ ഞാൻ തന്റെ സന്നിധിയിൽ വിശുദ്ധരെ നിഷ്കളങ്കമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അബദ്ധപ്പെട്ട് ഇതിനകത്ത് വന്നതല്ല, അക്കടി പറ്റി കയറിയതല്ല, ഇതിനകത്ത് വന്ന് പെട്ടുപോയതല്ല. ദൈവം നിന്നെ മുന്നമേ കണ്ടതാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിൽ ദൈവം തെരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്ത് നമ്മളെ കൈവിട്ടില്ല. ആത്മീക ഭാഷയെ പറഞ്ഞ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. ആ ഇരിപ്പൊന്നും കണ്ടാൽ അറിയത്തില്ല, എന്നാലും ഇങ്ങനെയും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. നാളൊരു തന്നെ ഇരിക്കുക സ്വർഗത്തിൽ, വേറൊരാളിരിക്കുക സ്വർഗത്തിൽ ഇരിക്കുക. ആട്ടെ, പിന്നെ ഞാൻ ആശ്വസിക്കുന്ന ഇങ്ങനെയും ഒക്കെ വന്ന് ഇച്ചിരി നേരം ഇരിക്കും, അത് തന്നെ വലിയ കാര്യം. അപ്പൊ 2-ാം അധ്യായത്തിൽ എന്നെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. 3-ാം അധ്യായത്തിൽ അപ്രമേയ ധനമൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരികയാ. ജ്ഞാനികൾക്കും ശ്രേഷ്ഠന്മാർക്കും ഒക്കെ മറഞ്ഞിരുന്നത് സാധുക്കളാകുന്ന എനിക്ക് നിങ്ങൾക്കും കർത്താവ് വെളിപ്പെടുത്തി തരികയാ. മാർമിക വിഷയങ്ങൾ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. 4:11 മുതൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരുമായിട്ട് നിയമിച്ചിരിക്കുന്നു. 5 നിയമനം: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇതിനപ്പുറം ഒരു നിയമനം ഒന്നും ദൈവം ചെയ്തിട്ടില്ല. സെക്രട്ടറി, ട്രഷറർ, ഖജാൻജി, കമ്മിറ്റി, കൗൺസില്, ഇതൊക്കെ നമ്മൾ ഒപ്പിച്ച വിനയാ. ദൈവം ഇതൊന്നും അറിഞ്ഞ കേസേ അല്ല. രക്ഷാധികാരി, ഇത് പുള്ളിയാ രക്ഷാധികാരി. പിന്നെ നമ്മൾ ഈ മൂപ്പില ഉടക്കാതിരിക്കാൻ പറയാ, ഇനി അപ്പച്ചനാണ്. കാരണം വർഷങ്ങളായിട്ട് ഇതിനകത്തുള്ള ആളാ, ഇനിയും ഇങ്ങനെ പിണങ്ങി പോകണ്ട. ഇതൊന്നും പുള്ളി അറിഞ്ഞ കേസല്ല. അവിടുന്ന് നിയമിച്ചത് 5 പേരെയാ: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. എന്തിനാ ഇവരെ നിയമിച്ചത്? ഒറ്റ വാക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളുമല്ല, യേശുക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാൻ. കൊലോസ് ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. അപ്പോൾ 4-ാം അധ്യായത്തിൽ 5 നിയമനം. 5-ാം അധ്യായത്തിനാണ് നമ്മൾ വായിച്ച. 5-ാം അധ്യായത്തില് ഒരു പ്രധാനപ്പെട്ട വിഷയം ആത്മനിറവ. ഇപ്പം വായിച്ച ആ കണ്ണികക്കകത്തൊരു പദമുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ ആത്മനിറവ്. 6-ാം അധ്യായത്തിലെ വിഷയം ആത്മീക പോരാട്ടം. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. അത് എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. കർത്താവിന് മഹത്വം. നമ്മൾ 5-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള തിരുവെടുത്താ വായിച്ചത്. അതിനകത്ത് ധാരാളം കാര്യം ഈ കണ്ണികയ്ക്കകത്തുണ്ടെങ്കിലും ഈ സന്ധിയില് ആ കണ്ണികയിൽ നിന്ന് 2 കാര്യം പറയാനാ കർത്താവിൽ ശരണപ്പെടുന്നത്. 2 കാര്യം ഈ കണ്ണികയിൽ. ഒത്തിരി കാര്യമുണ്ട്. 15 മുതൽ 21 വരെയുള്ള വാക്യശകലങ്ങളിൽ ധാരാളം കാര്യം പൗലോസ് സൂചിപ്പിച്ചു. എങ്കിലും
നമ്മൾ ഇന്ന് സന്ധ്യയില് അതിനകത്ത് രണ്ട് കാര്യം, ആ രണ്ട് കാര്യം ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക. ഒന്ന്, ആത്മനിറവ്, ആത്മാവ് നിറഞ്ഞവരായി. അതിന്റെ മുകളിൽ ഒരു പദമുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചേർത്ത് പറയുക, ദൈവസഭയോട്, ദൈവമക്കളോട് കർത്താവ് ഈ സന്ധ്യയിലും എൻ്റെ എളിയ കൃപയ്ക്ക് അനുസരിച്ച് പറയുക, ആത്മാവ് നിറഞ്ഞവരായി സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ഇന്ന് രാത്രി കൂടപ്പെട്ട എല്ലാവരോടും, കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അറിയിപ്പാനുള്ള ലഘു സന്ദേശം, നമുക്ക് ലഭിക്കുന്ന അവസരവും സമയവും നഷ്ടപ്പെടുത്തി കളയരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മനിറവോടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പൊ രണ്ട് കാര്യം, ഒന്ന് ആത്മനിറവ്, രണ്ട് സമയം. ആത്മാവ് നിറഞ്ഞവരായി, ഇതൊരു പ്രത്യേക വിഷയമാണ്, നമ്മുടെ വിഷയം, നമ്മുടെ ഉപദേശ വിഷയം കൂടാ. എന്തുവായി ആത്മനിറവ്? നമ്മളൊക്കെ ചിലരെ പറ്റി പറയാം, അച്ചായി നല്ല ആത്മനിറവുള്ള ആളാ, അമ്മാമ്മ നല്ല ആത്മനിറവ, ആ ദൈവരാസൻ ഭയങ്കര ആത്മനിറവ്, ആ പാടുന്ന പയ്യൻ നല്ല ആത്മനിറവ്, ആ പാടുന്ന സഹോദരി സിസ്റ്റർ നല്ല ആത്മനിറവ്, ആ പയ്യൻ നല്ല ആത്മനിറവ, ആ കൺവെൻഷൻ പ്രസംഗിക്കുന്ന പുള്ളി നല്ല ആത്മനിറവ, ആ കാത്തിരിപ്പ് യോഗ വിദഗ്ധൻ ആത്മ നിറവാണ്, ലോക പ്രശസ്ത പ്രവാചകൻ വലിയ ആത്മനിറവ്. ഇങ്ങനെയൊക്കെ നമ്മൾ അഭിപ്രായം പറയും. ഞാനിതിനെ കണ്ടിക്കുന്നില്ല, നല്ല അഭിപ്രായമാണ്. അപ്പോൾ എന്തുവാണ് ഈ ആത്മനിറവ്? ഒറ്റവാക്കിൽ മറുപടി പറയാൻ ഒക്കത്തില്ലെന്നറിയാം. ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കും, എന്തുവാ ആത്മനിറവ്? അപ്പൊ ചില ധരിച്ചു വച്ചേക്കുന്ന അന്യഭാഷ പറയുന്നത് ആത്മനിറവെന്ന, ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നത് ശബ്ദം ഉണ്ടാക്കുന്നതാണ് ആത്മനിറവ്. വേറെ ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നത് യോഗം തുടങ്ങിയപ്പോൾ പുറകിരുന്നു, യോഗം തുടങ്ങുമ്പോൾ തുള്ളി തുള്ളി മുന്നിൽ വന്ന്, അതാണ് ആത്മനിറവ്. വേറെ ചില ആൾക്കാർ ധരിച്ചു വെക്കുന്ന നേരെ നിൽക്കുന്നതെല്ലാം മറിച്ച് താഴെ ഇടുന്നതാ ആത്മനിറവ്. നാളെ പറഞ്ഞ ഞാണ്ട വരുന്ന പിടിച്ചോ, പിടിക്കാമെങ്കിൽ പിടിച്ചോ, അപ്പൊ പൊടവ് ഒന്ന് വീഴുക. അപ്പൊ ചില ധരിച്ചു വെച്ചിരിക്കുന്നത് ആത്മനിറവെന്ന. വേറെ ചില ആൾക്കാർ പറയുന്നത് ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത് ആത്മനിറവെന്ന. അങ്ങനെ ചില ബിരുദന്മാരിപ്പോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കണക്കം വന്നു ഇതല്ല, ഇതിനകത്ത് ഓരോ കോഴ്സുകളാ. അപ്പൊ ഈ പാവം പിടിച്ച സഹോദരിമാർ ഇത് കണ്ടുകൊണ്ട് യോ വിലക്കം വന്നതാന്നോ, ശാതം മുട്ടിയതാന്നോ, അവരോട് അല്ലേ, പിന്നെ ഒരു അന്തരീക്ഷമാണ്. അപ്പൊ ഈ ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാ പറയുന്നത് ആത്മനിറവ്. ചില ധരിച്ചേക്കുന്നത് ആത്മാവിലായപ്പം തലേ കിടന്ന തുണിയും പോയി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളി, ഇതാണ് ആത്മനിറവ്. ഇങ്ങനെയൊക്കെയായിപ്പം ധരിച്ചു വച്ചേക്കുന്നത്. ഇതൊന്നും അല്ല ആത്മനിറവ്. പിന്നെ എന്തുവാ ഈ ആത്മനിറവ്? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ലളിതമായിട്ടൊരു കാര്യം പറയാം, ലളിതമായിട്ട്. അപ്പൊ ഒരു ചോദ്യം, എന്താണ് ഉറക്കം? ഉറക്കം എന്നാൽ എന്ത്? ഏ? 50 കൊല്ലമായിട്ട് ഉറങ്ങുക. ഇതിനകത്ത് 60 കൊല്ലമായിട്ട് ഉറങ്ങുന്നവരുണ്ട് ഇതിനകത്ത്, ഇല്ലേ? ഉറക്കം എന്നാൽ എന്ത്? ഒരമ്മയോട് ചോദിച്ചു, അമ്മേ ഉറക്കം വന്നാൽ എന്താ? അമ്മ പറഞ്ഞു, കണ്ണടച്ച് കിടക്കുന്ന ആവാസേ. കണ്ണടച്ച് കിടക്കുന്നതാണോ ഉറക്കം? അല്ല, ഉറക്കമില്ലാത്തവരും ചുമ്മാ കണ്ണടച്ച് കിടക്കുകയല്ലേ, ഉണ്ട്. വേറൊരാളോട് ചോദിച്ചു, അച്ചായ ഉറക്കം വന്നാൽ എന്ത്? പുള്ളി പറഞ്ഞു, കൂർക്കം വലിക്കുന്നതാ ഉറക്കം. കൂർക്കം വലിയാണോ ഉറക്കം? അല്ല. എന്നാ വണ്ണവും വയറും ഉള്ളവർ വശക്കേടി കിടന്നാ കൂർക്കം വലിക്കും. കൂർക്കം വലി അല്ലല്ലോ ഉറക്കം. വേറൊരു സഹോദരി ചോദിച്ചു, ഉറക്കം എന്നാൽ എന്താ? പുള്ളിക്കാർ പറഞ്ഞു, ബോധം പോയി കിടക്കുന്ന ഉറക്കമെന്ന്. അതല്ല, ഉറക്കമില്ലാത്തവർക്കും ബോധമില്ലല്ലോ. അപ്പൊ ബോധം പോകുന്ന നല്ല ഉറക്കം, കണ്ണടച്ച് കിടക്കുന്ന നല്ല ഉറക്കം, കൂർക്കം വലിയ നല്ല ഉറക്കം. എന്നാൽ ഉറക്കത്തിൽ ഇതൊക്കെ സംഭവിക്കുക ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ആത്മനിറവ് അന്യഭാഷ അല്ല, തുള്ളലും ചാട്ടവും അല്ല, ശബ്ദമല്ല. എന്നാൽ ആത്മനിറവുള്ളവരുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ട് താനും. അങ്ങനെയെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒരു കാര്യം പറയാം. എന്താണ് ഈ ആത്മനിറവ്? അപ്പൊ അത് പഠിക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ
ചില പദങ്ങളുണ്ട്. ആത്മാവ് നിറയുക, നിറയുവീൻ, നിറവ്, നിറവീൻ, ഇങ്ങനെയുള്ള പദങ്ങളുണ്ട്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മൾ വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ ഉണ്ട്, എടുത്തു വായിപ്പിക്കുന്നില്ല, ഇങ്ങനെ ചില പദങ്ങൾ. അവര് കോപം നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് ഭയം നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് അസൂയ നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് ഭ്രാന്ത് നിറഞ്ഞവരായി. ഇവിടെ വായിക്കുന്നു ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ കോപം നിറയുക, ഭയം നിറയുക, അസൂയ നിറയുക, ഭ്രാന്ത് നിറയുക, ആത്മാവ് നിറയുക, എല്ലാം ഒരേ പദങ്ങളാ. മനസ്സിലാകാൻ, ഒരു വ്യക്തിക്ക് കോപം നിറഞ്ഞാൽ ആ വ്യക്തി നിറയപ്പെട്ട കോപത്താൽ നടത്തപ്പെടും. ഒരു വ്യക്തിക്ക് ഭയം നിറഞ്ഞാൽ ആ വ്യക്തി നിറയപ്പെട്ട ഭയത്താൽ നടത്തപ്പെടും. ഒരു വ്യക്തിക്ക് ഭ്രാന്ത് നിറഞ്ഞാൽ ആ വ്യക്തി നിറയപ്പെട്ട ഭ്രാന്തിനാൽ നടത്തപ്പെടും. ഒരു വ്യക്തിക്ക് അസൂയ നിറഞ്ഞാൽ നിറയപ്പെട്ട അസൂയയാൽ നടത്തപ്പെടും. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി ആത്മനിറവിൽ എന്ന് പറഞ്ഞാൽ, ആത്മനിറവെന്ന് പറഞ്ഞാൽ നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടുക. വേറെ വാക്യങ്ങൾ, സംഭവങ്ങളൊക്കെ തെളിയിക്കണം, നേരമില്ല. പെട്ടെന്ന് അങ്ങ് തൊട്ടു പോകാം. അത് നിങ്ങളെല്ലാം വളരെ അറിവുള്ളവരും ജ്ഞാനമുള്ളവരും ധാരാളം കാര്യങ്ങൾ പഠിച്ചും ഗ്രഹിച്ചും ഒക്കെ ഇരിക്കുന്നവരാ. അപ്പോൾ ഒരു വ്യക്തിയിൽ ആത്മ നിറവുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? നിങ്ങൾക്കറിയാം എങ്ങനാ? ഉറക്കെ പറഞ്ഞു. ശരി, ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് ബോധ്യപ്പെടുന്നത് ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണണം, കണ്ടിരിക്കും. നിറയപ്പെട്ടത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ഫലം ഉണ്ടായിരിക്കും. ഉടക്കുണ്ടാക്കാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം. ഇന്ന് പലരിലും ദൈവാത്മാവല്ല. പ്രകസനവും പ്രകടനവും ബഹളവും എല്ലാം ഇഷ്ടം പോലെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. കാരണം ഈ പല വ്യക്തികളിലും ആത്മാവിന്റെ ഫലമില്ല. നമുക്കറിയാം ആത്മാവിന്റെ ഫലം ഗലാത്യലേഖനത്തിൽ എഴുതുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. 9 കാര്യം അവിടെ. ഇന്ന് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാ. നമ്മൾ ഈ കാണുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന പല മിടുക്കന്മാരും മിടുക്കിമാരും പലരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. കാരണം മറ്റൊന്നുമല്ല, ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടല്ല. ഈ ആത്മനിറവുണ്ടെന്ന് പറയുന്ന ഇവരിൽ പലരും ആത്മാവിന്റെ ഫലമില്ല. വരമുള്ള ഒത്തിരി പേരുണ്ട്, എല്ലാവരും വരപ്രാപ്തന്മാരാ. നോട്ടീസിലൊക്കെ അങ്ങനെയല്ലേ പേര്, സുപ്രസിദ്ധ കൃപാ വര. ധാരാളം നോട്ടീസ് ഞാൻ കണ്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നേക്കാൾ കൂടുതൽ നിങ്ങളും വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. നിങ്ങൾ നോട്ടീസ് അടിച്ചിട്ടുമുണ്ട്. ഇന്ന് വരെ ഞാൻ ഒരു നോട്ടീസിലും കണ്ടിട്ടില്ല സുപ്രസിദ്ധ ഫലപ്രാപ്തന്മാർ ശുശ്രൂഷിക്കുന്നു. അമ്മാച്ചൻ അങ്ങനെ ഒരു നോട്ടീസ് കണ്ടിട്ടുണ്ടോ? സത്യം പറയണം. ലോക പ്രശസ്ത ആത്മഫല പ്രാപ്തന്മാർ എല്ലായിടത്തും കൃപാവര പ്രാപ്തന്മാരാ. ഫലപ്രാപ്തന്മാരെ മിക്കയിടത്തും കാണാനില്ല. ആത്മാവിന്റെ ഫലം 9 കാര്യം. അതില് ആദ്യത്തത് ഇങ്ങോട്ട് എടുക്കുക, 8 അവിടെ ഇരിക്കട്ടെ, എന്തിനാ എല്ലാം കൂടെ ചെലവാക്കുന്നേ? ഒന്നാമത്തത് എന്തുവാ? ഈ വരപ്രാപ്തന്മാരെ പലരെ നിങ്ങളെ ശ്രദ്ധിച്ചേ. ഈ വലിയ സ്റ്റേജിലൊക്കെ, ഇവിടെ ഞാനും അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ. അച്ഛൻ അവിടെ ഇരിക്കുന്നു. വലിയ സ്റ്റേജ് വെച്ചാൽ നിരന്നിങ്ങനെ കമ്പിയ മുണ്ടിയിരിക്കും പോലെ ഇരിക്കുക. ചിലയിടത്തൊക്കെ പേരെഴുതിയിട്ടിരിക്കുക, കസേരയല്ലേ പേര്. ഉള്ള കാര്യം പേര്.
ആ പേര് മാറി എങ്ങാനും ഇരുന്ന ആ കസാര പേരെടുത്ത് ചുമ്മാ കിടന്ന് ആടിയാൽ പോലും ഒരുത്തൻ ജീവന് പേടിയുള്ളവൻ അവിടെ കയറി. നമ്മൾ പറയാ കസാര ചുമ്മാ കിടന്ന് ആടുക, അന്ന് അങ്ങോട്ട് കയറി. പേടിയാ പേടിയാ. ലോക്കൽ കൺവെൻഷന്, ഡിസ്ട്രിക്ട് കൺവെൻഷന്, മേഖലാ കൺവെൻഷന്, ഏരിയ കൺവെൻഷന്, ജനറൽ കൺവെൻഷന്, അങ്ങനെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യം. ആട്ടിൽ ഒന്നിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷമൊക്കെ. ഞാൻ എതിരല്ല, ഞാനും പോകാറുണ്ട്. പക്ഷേ ഈ സ്റ്റേജുകളൊക്കെ ഇരിക്കുന്ന എല്ലായിടത്തും അല്ല, പല ആൾക്കാരും പ്രവചനം പറയാനവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റും, യോഗി സഭയ്ക്ക് റൈറ്റ് നൗ എന്നൊക്കെ പടലി വെട്ടിക്കുമ്പോൾ ഒക്കെ. അത് ഞാൻ എതിരല്ല. പക്ഷേ പലരും തമ്മിൽ മിണ്ടുകയില്ല, കയ്യും കൊടുക്കുകയില്ല. അപ്പൊ ഇതെന്തോ ആത്മാവാ? അടുത്തിരിക്കുന്ന സഹോദരന് കൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങോട്ട് ചെന്ന്, ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ചെന്ന്, ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നത്, വേറെ ആരെയും അല്ല കേട്ടോ, എന്നെ ഉദ്ദേശിച്ചായി പറയാനെ. അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കാൻ ഒരു സ്റ്റേജിലിരിക്കുക, മിണ്ടുകയില്ല. ഒരു സഭയിലാ കൂടുന്നത്, മിണ്ടുകയില്ല. എന്തിനാ? ഒരു വീട്ടിലുള്ളവർ തമ്മിൽ ഇപ്പൊ എല്ലാം അങ്ങനെ ചോറെടുത്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ഉടനെ അവിടുന്ന് എനിക്ക് വേണ്ട ക്ലീൻ. എന്നാ ജീവിതം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാ എല്ലാരും എന്നെ ഇങ്ങനെ, ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയാനേ. കൂടെ ആരാധിക്കുന്ന സഹോദരന് കൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ, സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, തിരുമേശ എടുക്കുമ്പോൾ സഹോദരന്മാർ തമ്മിലും സഹോദരിമാരും അവണ്ണം ഒരു വിശുദ്ധ ചുംബനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ ആത്മാവാ? ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ആ വ്യക്തിക്ക് ആത്മാവിന്റെ ഫലം കാണും. 9 കൂട്ടം കാര്യത്തിൽ ആദ്യത്തേതാ സ്നേഹം. ഈ സ്നേഹത്തെ പറ്റി ഒത്തിരി പറയാനുണ്ട്. അയ്യോ, സ്നേഹം, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അങ്ങനെ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും തെളിവ്. നമുക്ക് പലർക്കും ഈ മാർഗം ഇഷ്ടമല്ലായിരുന്നു. ലഘുലേഖ തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ, സുവിശേഷം പറയാൻ ആൾക്കാർ വന്നപ്പോൾ, നമ്മളെ ക്ഷണിച്ചപ്പോൾ, എൻ്റെ ഭാഷയാ, പുറങ്കാലിനടിച്ചവരെ കളഞ്ഞേച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഓടിപ്പോയതാ. എന്നാ പോയവൻ അതിലേ അങ്ങ് പോട്ടെ, അല്പം കൂടെ കടത്തി പറയാ, നാടൻ ഭാഷയാ, ചിലക്ക് ഇഷ്ടപ്പെടുകയല്ല. പോയവൻ അതിലേ അങ്ങ് ഒരു പോക്ക് പൊക്കോട്ടെന്ന് ദൈവം കണ്ടില്ല. പോയ എൻ്റെയും നിങ്ങളുടെയും പിന്നാലെ തേടി വന്നീ സ്നേഹം. അതാ സ്നേഹം. പോയവൻ അതിലേ അങ്ങ് പോകട്ടെ എന്ന് ദൈവം കരുതിയില്ല. ഇഷ്ടപ്പെടാതെ ഓടിപ്പോയ എൻ്റെയും നിങ്ങളുടെയും പിന്നാലെ ഈ സ്നേഹം തേടി വന്നു. CSI പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്, എടുത്തു പാടാൻ അറിയത്തില്ല, ഒക്കത്തില്ല. അറിയാവുന്നവര് ഒന്ന് സഹായിക്കുന്ന നല്ലതാ. കാട്ടൂടെയോടിയോ രാണീനെ നേടുവാൻ തേടി നീ വന്ന ദീന. കാട്ടൂടെയോടിയോ രാണീനെ നേടുവാൻ തേടി നീ വന്ന ദീന. പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പാപിയിതാ വരുന്നേ. പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠ ഇടയനെ പാപിയിതാ വരുന്നേ. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപ്പാദം എൻ്റെ
ശ്രീദേവാടിൻ കുട്ടിയെ തിരുപാദം തിരുപാദം എൻ്റെ. അപ്പോൾ ഓടിപ്പോയവൻ അതിനെ ഓടിപ്പോകട്ടെന്ന് പറഞ്ഞ് കണ്ടില്ല, പോയ നമ്മുടെ പിന്നാലെ തേടിയെത്തി. ഒത്തിരി കൊണ്ട് പറയാൻ. ഒന്ന് സ്നേഹത്തിന്റെ പ്രത്യേകത, ദൈവസ്നേഹത്തിന്റെ ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. ആ സ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഇതൊക്കെയാണോ എല്ലാവരിലും വ്യാപരിക്കുന്നത്, തന്നെ താൻ ശോധന ചെയ്യണേ. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, ഒരു വ്യക്തിയുടെ അകത്ത് ഈ സ്നേഹം അങ്ങോട്ട് വന്നാൽ കൊടുക്കണമെന്ന് തോന്നും. ദൈവസ്നേഹം അകത്ത് കയറിയ കൊടുക്കണം. പക്ഷെ നമുക്ക് ഈ സ്നേഹം അകത്തോട് കയറും തോറും എടുക്കണമെന്ന്. ഇതാ പ്രത്യേകത. ദൈവസ്നേഹം അകത്ത് കയറിയാൽ കൊടുക്കാൻ തോന്നും. ഇന്ന് പലർക്കും സ്നേഹം അകത്ത് കയറുമ്പോൾ നമ്മൾ പറയുന്നില്ല, സ്വോത്ര കാഴ്ച എടുക്കുക. ആട്ടെ, ഇത് കൊടുക്കാൻ തോന്നും. ആ കൊടുക്കുന്നത് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല, ഏറ്റവും നല്ലതിന്. തെളിവ് യോഹന്നാൻ 3:16. പിതാവായ ദൈവത്തിന് മാനവജനതയോട് സ്നേഹം തോന്നി. അപ്പോൾ സ്നേഹം തോന്നിയപ്പോൾ ലോകത്തെ സ്നേഹിച്ചെന്ന മനുഷ്യവർഗത്തെ സ്നേഹിച്ചപ്പോൾ അവിടുത്തെ തിരുഹൃദയത്തിൽ താല്പര്യം, ഞാൻ സ്നേഹിക്കുന്ന ഈ മനുഷ്യവർഗത്തിന് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കൊടുക്കാനല്ല ഉദ്ദേശിച്ചത്, ഏറ്റവും നല്ലതിനെ, തൻ്റെ അരുമ സൂനുവിനെ തന്നെ നമുക്ക് വേണ്ടി തന്നു. അതാ സ്നേഹം. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാം. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി കൊടുക്കണം. കർത്താവിന് കൊടുക്കണം. കാശ് കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എന്തോ കൊടുക്കണം? നമ്മെ തന്നെ കൊടുക്കണം. സ്തോത്രം. ആട്ടെ, ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. സ്നേഹത്തിന് ഒത്തിരിയുണ്ട്. ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, സഹിക്കുന്നു, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. അയ്യോ, എന്തെല്ലാം കാര്യം. അതാ ഞാൻ പറഞ്ഞത്, ശരിയായ ആത്മാവല്ല പലർക്കും. പൊതുവിലായി പറയുന്നത് കേട്ടോ, വ്യക്തികളെയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. ആ ആത്മാവിന്റെ ആദ്യത്തെ ഫലം ആ സ്നേഹം. ആ സ്നേഹത്തിന് ഒത്തിരി വിശേഷത. ഇപ്പം ആത്മാവിന്റെ ഫലത്തിലെ ഒന്നേ തൊട്ടപ്പോഴേ മുഖമെല്ലാം വല്ലാതായി. ഇനിയിപ്പോ 8 കിടക്കുക. അതുകൊണ്ട് ആ ഭാഗത്ത് കൈവെക്കുന്നില്ല, വിട്ടേക്കാം. തന്നെത്താൻ നിങ്ങൾ അറിയാമല്ലോ. അപ്പൊ ഒരു വ്യക്തിക്ക് ആത്മനിറമുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാകും? ആ വ്യക്തി ആത്മാവിന്റെ ഫലം കാണും. ഇതിനോട് ചേർത്ത് ആ വ്യക്തിയുടെ ഒരു വിശേഷത അതുകൂടെ പറഞ്ഞു, അതങ്ങ് വിടാം. ആത്മനിറമുള്ള വ്യക്തിയുടെ ഒന്നാമത്തെ ലക്ഷണം, ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലമുണ്ട്. 2, ആ വ്യക്തിയുടെ ഒരു വിശേഷത, ആ വ്യക്തി സംതൃപ്തനായിരിക്കും. എപ്പോഴും സംതൃപ്തന. അതിന് ഏറ്റവും നല്ല തെളിവ് പൗലോസാണ്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് താഴ്ചയിൽ ഇരിക്കാൻ അറിയാം, സമൃദ്ധിയിൽ ഇരിക്കാൻ അറിയാം, തൃപ്തനായിട്ടിരിക്കാൻ അറിയാം, വിശന്നിരിക്കാൻ അറിയാം. ഉള്ള അവസ്ഥയിൽ അനുഭവത്തോടെ ഇരിപ്പാനും. എന്നിട്ട് പൗലോസ് ഒരു പദം പറഞ്ഞു, ഞാൻ എല്ലാം ശീലിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംതൃപ്തിയാ, ശീലിച്ചിട്ടുണ്ട്. എന്നിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഒരു പദം പറഞ്ഞു, ഇപ്പോഴെനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. എന്നിട്ട് പറയാ, സമൃദ്ധിയായും ഇരിക്കുന്നു. അങ്ങനെ എഴുതിയേക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. അപ്പം ആത്മനിറമുള്ള ഒരു വ്യക്തിക്ക് സംതൃപ്തിയാണ്. ഈ സാക്ഷ്യം താൻ പറയുമ്പോൾ തൻ്റെ അനുഭവം നോക്കണം എങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ആകെ കൂടെ ഉള്ളത് ഇത്രയും വർഷം വേല ചെയ്തിട്ട് ഒരു പുതപ്പും പുസ്തകവും ചർമ്മലിഖിതവും അതുകൂടി ഇല്ല. കർപ്പോസിന്റെ വീട്ടിൽ വെച്ചിരിക്കുക. ശീതകാലമൊക്കെ തുടങ്ങി നീ വരുമ്പോൾ അത് ഇങ്ങോട്ടൊന്ന്
കൊണ്ടുവരണം. ഒരു പുതപ്പും പുസ്തകവും ചർമ്മലിഖിതവും, പക്ഷെ പുള്ളി നല്ല സംതൃപ്തനാ. നമ്മൾ ഈ പലർക്കും പുതപ്പിന്റെ കമ്പനിയുണ്ട്, എന്നിട്ട് മുഖവും തെളിയുന്നില്ല, ഒരു സംതൃപ്തി. മനസ്സിലാകുന്നില്ലല്ലോ. നമ്മൾ പുതപ്പ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്ക് അത് ചെയ്യുമ്പോൾ മുഖം വന്നവര് ലോഡ് കണക്കിന് പുതപ്പ് കയറി പോവാ. നമ്മുടെ പുതപ്പ് അതിന് എമ്പളമൊക്കെ വെച്ച്, എന്നിട്ടും ഒരു സംതൃപ്തി. നമ്മൾ ജോർജ് കുട്ടി അങ്ങനെ ഉണ്ട്, ഓ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ. കോടിക്കണക്കിനുള്ള ആൾക്കാരുണ്ട്, കോടിക്കണക്കിന്. എന്നാൽ അവരോട് സംസാരിച്ച് എന്തുകൊണ്ട്, ഓ എന്നാ വിശേഷം, ഞങ്ങൾക്ക് എന്നാ വിശേഷം, നിങ്ങൾക്കൊക്കെ അല്ലേ. എന്നാലും എന്തുകൊണ്ട്, ഓ ഞങ്ങളിങ്ങനെ വെള്ളത്തിലെ ആമ്പല് പോലെ പൊങ്ങി, നിങ്ങൾ എല്ലാവരോട് സംസാരിച്ച് ഒരു സന്തോഷം തൃപ്തിയില്ല. നമ്മൾ ചോദിക്കില്ല എന്തുകൊണ്ട്, എന്തുകൊണ്ടമ്മ, ഓ അച്ചായൻ എന്ത് ചെയ്യും, ഓ അച്ചായൻ എവിടെങ്ങാനും കാണും, ഒന്നും പറയാതിരിക്കുന്നതാ. മോക്ക് കല്യാണം വല്ലതും ആയോ, ഓ 3-4 കൂട്ടർ വന്ന് കണ്ടേച്ച് ഇങ്ങനെ ചുമ്മാ ഏമ്പൊക്കെ വായിക്കോട്ടെ വിട്ട്. മോന് ജോലി വല്ലതും ആയോ, ഓ അമ്മച്ചിക്ക് എങ്ങനെ ഉണ്ട്, ഓ അമ്മച്ചി ആണ്ട കിടക്കുന്നു, ചാവുകയില്ല, കട്ടില് ഒഴിയയില്ല, എന്നാ ചെയ്യാൻ, എനിക്ക് ഈ തള്ള കാരണം വെളിയിലോട്ട് പോലും. അടുത്തത് അമ്മാമ്മയുടെ അസുഖം എങ്ങനുണ്ട്, ഓ അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എൻ്റെ ഭാഷ എന്നെയും കൊണ്ടേ പോവുള്ളൂ, നിന്നെയും കൊണ്ട് തന്നെ പോവും, അതിന് ഒരു തർക്കവും ഇല്ല. ഈ നാവിന്മേലാ ജീവനും മരണവും. ദൈവമക്കൾ സംതൃപ്തിയോടെ സംസാരിക്കണം. എല്ലാവർക്കും പ്രാരാബ്ദവും ബന്ധപ്പാടും അവനവന്റെ നിലയിലുള്ളവരാ, എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. പക്ഷെ സംസാരിക്കുമ്പോൾ നല്ല സംതൃപ്തിയോടെ. ആരെങ്കിലും ചോദിക്കുക എന്തുകൊണ്ട് അമ്മാമ്മയെ വിശേഷം, കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു, സ്തോത്രം. മോക്ക് കല്യാണം വല്ലതുമായോ, 1-2 കൂട്ടർ വന്ന് കണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവഹിതമല്ല, അവർക്ക് വേറെ ദൈവം ഒരുക്കുന്നുണ്ട്, സ്തോത്രം. ചെറുക്കന് ജോലി വല്ലതുമായോ, അവന് ജോലി ഒന്നും ആയിട്ടില്ല, പക്ഷേ അവനോട് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്, അവനൊരു കുഴപ്പവും വരികയല്ല, ദൈവം അവന് ഉന്നത ഭാവി കൊടുക്കും, സ്തോത്രം. അമ്മച്ചിക്ക് എങ്ങനുണ്ട്, അമ്മച്ചിക്ക് അല്പം ക്ഷീണമാ, പക്ഷേ പാട്ടും പ്രാർത്ഥനയും ഉണ്ട്, അമ്മച്ചി നല്ല പ്രത്യാശ, ഞാനും നല്ല ഇതോടാ നിൽക്കുന്നത്. ഈ അമ്മച്ചിയെ ഈ സമയത്തൊന്ന് ശുശ്രൂഷിക്കാൻ എനിക്ക് ലഭിച്ചത് വലിയ മഹാഭാഗ്യമാ, സ്തോത്രം. ഇങ്ങനെയൊക്കെയാ പറയണ്ടത്. അമ്മാമ്മയുടെ അസുഖം എങ്ങനുണ്ട്, അതൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല, സ്തോത്രം അങ്ങോട്ട് ചെയ്യും, പ്രാർത്ഥിക്കും, പാട്ട് പാടും, ഭജനമൊക്കെ അങ്ങോട്ട് പറയും, എന്നാലാവും ഇതൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ഞാൻ അങ്ങോട്ട് പോയാൽ എൻ്റെ അപ്പച്ചൻ്റെ അടുക്കലോട്ടല്ലേ പോകുന്നേ, സ്തോത്രം. ദൈവമക്കൾ ഇങ്ങനെ പറയാം, അവള് സംതൃപ്തരായിരിക്കണം. ചുമ്മാ ഞരങ്ങി മോങ്ങി ചിലതിനോട് വർത്താനം പറഞ്ഞാൽ നമ്മുടെ ഉള്ള സന്തോഷം കൂടെ. ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഷെയ്പ്പില്ല, ഇല്ല സത്യം പറയാം. നമ്മളെല്ലാം ഈ ടൈയും കോട്ടും ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടൊരു ഷെയ്പ്പ് പോലെ, അതിന്റെ പച്ചയേ ഉള്ളൂ. ഒരാൾ പറഞ്ഞ പാസ്റ്റർ ഇതിന്റെ പച്ചയേ ഉള്ളെന്ന്. അച്ഛനും ഞാനും വന്ന ഈ വെള്ളത്തുണി ആയതുകൊണ്ട് ഞങ്ങളെ ഇച്ചിരി എടുത്തറിയാം. നമ്മൾ രണ്ടുപേരും കറുത്തത് ഇടുകാനെ പരുവൊക്കെ ഇടാം, ദൈവത്തിന് മഹത്വം. പക്ഷെ ഒരു കാര്യം പറയാ, കാണാൻ വലിയ ഷെയ്പ്പൊന്നുമില്ലെങ്കിലും വലിയ ഫിഗർ ഒന്നുമില്ലെങ്കിലും വായിന്ന് വരുമ്പോ സംതൃപ്തിയുടെ വാക്ക് പറയണം. എന്റെ ദൈവം എന്നെ നടത്തും, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും, ഞാൻ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, എന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല, എന്റെ കുടുംബം അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, എന്റെ തലമുറയ്ക്ക് ഒരു കെടുതിയും വരികയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ രോഗം എന്നെ മുടിച്ചു കളയാനല്ല, ഈ രോഗം എന്നെ നശിപ്പിക്കാനല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാ. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത.
ഉടമനാ ജലപട നിരാശ മാറട്ടെ, എല്ലാ തളർച്ചകൾ ഇന്ന് രാത്രി മാറട്ടെ. വിശ്വാസത്തിന്റെ വാക്ക് പറ, നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞല്ലോ, എന്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഒരു സൈന്യ പേളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടത്തില്ല. വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഇന്ന് രാത്രി വഴി തുറക്കുന്ന ദൈവം. അവിശ്വാസത്തെ ശാസിക്ക്, അസംതൃപ്തികൾ മാറിപ്പോകട്ടെ. സംതൃപ്തിയോടെ തൃപ്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത. ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ശക്തി യേശുവിന്റെ നാമത്തിൽ സഭയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, ആത്മമണ്ഡലങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറി വിശ്വാസത്തിന്റെ വാക്ക് പറയുവാൻ, പ്രത്യാശയുടെ വാക്ക് പറയുവാൻ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഞാൻ സമൃദ്ധിയായിട്ട് ഇരിക്കുന്നു. ഓ ജീസസ്. ഉന്നമേ ദൈവത്തിൻ രാജ്യവും നാമത്തിൽ ഉന്നത നീതി നേടിടണം. ഉന്നമേ ദൈവത്തിൻ രാജ്യവും നാമത്തിൽ ഉന്നത നീതിയും തമ്മി നായകനതിനോട് അന്നും വേണ്ടതല്ല. മനമേ ചഞ്ചലമെന്തിനാ കരുതാൻ വല്ലഭനില്ലയോ ജനവീരനാ. മനമേ ചഞ്ചലം എന്തിനാ. സംതൃപ്തി ഉണ്ടായിരിക്കണം. നമ്മളോട് കൂടെ ഒരാൾ ഇടപെട്ട് കഴിയുമ്പോൾ അവൻ അതല്ല പടക്കുതിര പോകുമ്പോൾ തിരിച്ചു പോകണം. സ്തോത്രം. നമ്മുടെ കൂടെ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ അല്പം ക്ഷീണിച്ചാ വരുന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ധൈര്യത്തോടെ പോകണം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കൂടെ ഒരുവൻ സഹകരിച്ചു കഴിയുമ്പോൾ അവൻ പറയണം, അയ്യോ നേരത്തെ സഹകരിക്കേണ്ടതായിരുന്നു. സ്തോത്രം. ഏതല്ല സംതൃപ്തിയോടെ ജീവിക്കണം. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾക്ക് സംതൃപ്തി. പൗലോസ് പറയാ, ഇപ്പൊ എനിക്ക് വേണ്ടുന്നതല്ല, ജയിലിൽ കിടന്നാ പറയുന്നത്. നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, എന്നിട്ട് നമ്മൾ പറയുന്നത് ചില വിഷയങ്ങളുണ്ടെന്നാ പറയുന്നത്. ഇനി സ്തോത്രം. എൻ്റെ പ്രിയരെ, അതെ മുന്നോട്ട് പോകാം. അപ്പൊ ആത്മനിറവ് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആത്മാവ് നിറ അപ്പൊ ആത്മനിറവ്. ആത്മനിറവോടെ എൻ്റെ ഭാഷയില്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എൻ്റെ പ്രിയരെ, നമുക്ക് അധിക സമയമൊന്നുമില്ല. ഈ ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയും. ഞാൻ ഇന്ന് ഞങ്ങൾ രണ്ടുകൂടെ സംസാരിച്ച ഞാൻ പറഞ്ഞു, അച്ഛനും പറഞ്ഞു, ഞാനും അങ്ങനെ സമയം നഷ്ടപ്പെടുത്തരുത്. എനിക്ക് ആകെ കൂടെ നഷ്ടപ്പെടുന്ന സമയം ഉറക്കത്തിൻ്റെ സമയമാണ്. അതും കണ്ടമാനം ഒന്നും ഉറങ്ങത്തില്ല. ഞാൻ കൂടി വന്ന ഒരു 4 മണിക്കൂർ. അതൊരു ഒരുത്തം പറഞ്ഞു മിക്കവാറും ഇതാകാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നീ സൂക്ഷിച്ചോണം. എനിക്കൊരു കുഴപ്പവും വരികയല്ല. നീ ചില സൂക്ഷിക്കുന്നത്. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന സമയം ഒന്നും നഷ്ടപ്പെടുത്തരുത്. കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. ഈ ഞാനെപ്പോഴും പറയും, വേറെ പുസ്തകം നിങ്ങൾക്കറിയാം, സങ്കീർത്തനം 90 പദമുണ്ട്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ. അപ്പം നമ്മുടെ ദിവസങ്ങൾ നാളുകൾ എന്ന് എണ്ണണം. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല വേഷനിഴലിൽ നടന്നു തങ്ങൾ കഴിക്കുന്ന കഥ പോലെ. വേഷ നിഴലിൽ നടന്നു തങ്ങൾ കഴിക്കുന്ന കഥ പോലെ. ഒരിക്കലേവനും ഒരുങ്ങെല്ലാവരും മരിപ്പാൻ, ഒരിക്കലേവനും മരിക്കും നിശ്ചയം.
ഉപദേശിക്കണം. നമുക്ക് ലഭിക്കുന്ന നാളുകൾ അതൊക്കെ ഒന്ന് എണ്ണുന്നത് നല്ലതാ. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് പറയാം, ഈ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ 80 വർഷം ജീവിച്ചിരുന്നാൽ അവൻ എത്ര ദിവസം ജീവിച്ചിരിക്കും? ഇപ്പോഴത്തെ കണക്ക് വെച്ചു എത്ര കിലോ ആട്ടെന്നായിരിക്കും? കണക്ക് നോക്കണം. 29,200 ദിവസം. ഇതല്ലേ ഒരു സെക്കൻഡ് അല്ലേ? എത്ര സെക്കൻഡാ ഒരു മിനിറ്റ്? 60. എത്ര മിനിറ്റാ ഒരു മണിക്കൂർ? 60. എത്ര മണിക്കൂറാ ഒരു ദിവസം? 26 ആവൂ. ഇച്ചിരി കൂടുതലുണ്ട്. 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. ന്യായമായ ഒരു കണക്ക്. എത്ര ആഴ്ചയാ ഒരു മാസം? 4. എത്ര മാസമാ ഒരു വർഷം? 12. എത്ര ദിവസമാ ഒരു വർഷം? 365. 5×5=365. അപ്പോൾ 80 × 365 29,200. അപ്പൊ 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന ദിവസം 29,200 ദിവസമാണ്. ഇനിയും ഒരു കണക്കൊന്ന് പൂർത്തീകരിക്കാൻ 30,000 എന്നെടുത്തു, 800 കൂടെ ചേർത്ത്. അപ്പോൾ 80 കൊല്ലം ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ കണക്ക് തയ്ക്കാനാ 800 ചേർത്ത് 30,000 ദിവസം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഈ 30,000 ദിവസത്തിലെ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ വിദ്യാഭ്യാസം ഡോക്ടർമാരും ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്തുവാ പറയാനെന്ന് എനിക്കറിയത്തില്ല. നാട്ടിലൊക്കെ ഇവരൊക്കെ പഠിത്തമുള്ളവരല്ലേ. അവർ പറയുന്നത് കുറഞ്ഞത് ഒരു മനുഷ്യന് 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. ഇവിടെ അങ്ങനെയാണോ? 8 hour. ഒരു ഇംഗ്ലീഷ് തെറ്റിയില്ലല്ലോ. അപ്പൊ 8 മണിക്കൂർ ഉറങ്ങണമെന്ന ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാ? എന്നെ ഞെട്ടുന്ന 24. അപ്പൊ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ. 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ 1/3. അപ്പൊ 80 കൊല്ലം ജീവിക്കുന്ന മനുഷ്യന് 30,000 ദിവസം. അപ്പൊ 30,000 ദിവസത്തിൽ ഈ 8 മണിക്കൂർ വെച്ച് ഉറങ്ങിയാൽ എത്ര ദിവസം ഉറങ്ങും? 10,000 ദിവസം ഉറങ്ങി തീരുക. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ 80 വർഷം ജീവിച്ചാൽ 10,000 ദിവസം. അത് പോരാഞ്ഞിട്ട് ഇവിടെ മതിരുന്ന് ഉറങ്ങുക. അതാ അതിലും സഹിക്കാൻ മേലാത്ത. സഭായുധനൊക്കെ കുത്തിയിരുന്ന് ഉറങ്ങുന്ന. അപ്പൊ 10,000 ദിവസം ഉറങ്ങിത്തീരുക. ഞാൻ ഒരു സഹോദരനോട് ചോദിച്ചു, എടാ നീ എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കും? അപ്പൊ ഞാൻ ധരിച്ച് അവൻ 2 or 3 പറയണം. അവൻ പറയും 4 പ്രാവശ്യം കഴിക്കും. പിന്നെ കിട്ടുമ്പോഴല്ല ഈ ചന്തയെ കൂടെ ആട് നടക്കും പോലെ ഈ നമ്മുടെ സഭായുഗത്തിന് ഇവിടെ കണ്ടില്ല. വളരെ സഭായുഗത്തിനൊക്കെ ചില അണ്ണന്മാർ വന്നിരുന്ന് ചൂയിങ്ങൻ ചവച്ചോണ്ടാ ഇവനെയൊക്കെ ദൈവം വിടുവോ? സഭായുഗത്തിന് വന്നിരുന്ന് ഇവൻ മുട്ടനാട്ടിരുന്ന് ചവയ്ക്കുന്നത് പോലെ. എന്നിട്ട് അതിന് ഇഷ്ടോത്രം ഇവിടെ ചൂയിങ്ങം കിടക്കുക. അപ്പുറത്തെ കൂടെ ഷൂള പഠിക്കുമ്പോ എന്തിനാടാ ഇവനൊക്കെ ഇങ്ങനെ വരുന്നത്? ദൈവത്തെ ആരാധിക്കുമ്പോ ഭയത്തോടെ വേണം. നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കുമെന്നാ. സ്തോത്രം. നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോ ഭക്തിയോടും ഭയത്തോടും വേണം ആരാധിക്കാൻ. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. കർത്താവിന് മഹത്വം. അപ്പോൾ അവൻ പറഞ്ഞു 4 നേരം കഴിക്കുമെന്ന്. ഈ മിക്ക രാജ്യങ്ങളിൽ, ഇവിടെ തന്നെയല്ലേ മിക്കയിടത്തും, ആരാധനയ്ക്ക് കറക്റ്റ് ടൈമാ. അത് നല്ലതാ. 10 തുടങ്ങി 1 മണിക്ക് നിർത്തി, അല്ലെ 9 തുടങ്ങി 12 മണിക്ക്. സമയം കൃത്യത വളരെ നല്ലതാ. അതെല്ലായിടത്തും അങ്ങനെ പാലിക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ഈ ഭക്ഷണത്തിന് കൃത്യം ടൈം പറയുന്നില്ല. അതിന് ധാരാളം സമയമെടുക്കുന്ന പല ആൾക്കാരുണ്ട്. നല്ല പെരുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് വകുപ്പൊക്കെ പറഞ്ഞ് നല്ലതുപോലെ. ആരാധനയ്ക്ക്
എനിക്ക് ടൈം വളരെ ലോഭമാണ്. എവിടാണെന്നൊന്നും ചോദിക്കരുത്. ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക്, പാട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന ദിവസം എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നുണ്ടെന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അപ്പം എങ്ങനെയാണ് കൂടുന്നതെന്ന് ചോദിച്ചു. അത് പ്രത്യേക കൂടലാണ്. അപ്പം സെലക്റ്റഡ് ആൾക്കാർ. അതിനിടയ്ക്ക് എന്നെയും വിളിച്ചു. ഞാൻ ശാന്തമായിട്ടിരുന്നൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പം ഇവിടെ ആർക്കും ടൈം ഇല്ലെന്നാ പറഞ്ഞാൽ അവിടെ എല്ലാവരും നേരത്തെ വന്നു. 4 മണിക്ക് വന്നു, 5-ന് വന്നു, 6 മണിക്ക് വന്നു. പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതെല്ലാം എടുത്തും രാത്രി 11 പോകുന്നില്ല. രാത്രി 11 മണിയായിട്ടും നല്ല ടൈമുണ്ട്. ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. എന്റെ പ്രിയരെ, നമുക്ക് തരുന്ന ദിവസം, നാളുകൾ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ. അപ്പൊ ഇങ്ങനെ ഭക്ഷണത്തിന് നന്നായിട്ട് ടൈം എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ന്യായമായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് പഠിച്ചാൽ ആ ടൈം എല്ലാം കൂടെ എടുത്ത് മണിക്കൂർ കണക്കാക്കിയാൽ ഒരു 5000 ദിവസം ഭക്ഷണത്തിന് മാറ്റുന്നുണ്ട്. 10,000 ഉറങ്ങി തീർത്തു, 5000 ശാപ്പാടിന്. അപ്പം 30,000 പകുതി പോയേ. ഇനി യാത്ര, ടൂറ്, മറ്റ് പ്രോഗ്രാമുകൾ ഒത്തിരി ഉണ്ടല്ലോ. മനുഷ്യനല്ലേ, ബന്ധു വീട്ടിൽ പോകുന്നത്, മറ്റു കാര്യങ്ങൾ, പിക്നിക്ക്, അത് ഇത് ഒത്തിരി ഉണ്ട്. ഒത്തിരി ഉണ്ടല്ലോ പ്രോഗ്രാംസ്. അപ്പൊ പിന്നെ ബന്ധു വീട്ടിൽ പോകുന്നത്, യാത്ര, പോക്ക്, വരവ്, കുളി, തേവാരം, ഒരുക്കം, വിശദീകരിക്കണ്ടല്ലോ. വെച്ചുകെട്ട്, ഏച്ചുകെട്ട്, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ കണക്കെടുത്താൽ ഒരു 10,000 ദിവസം അതിന് മാറ്റുന്നുണ്ട്. 10,000 ഉറങ്ങി തീർന്നു, 5,000 ചാപ്പാടിന്, 10,000 മറ്റു കാര്യങ്ങൾക്കല്ല. അപ്പൊ 25,000 പോയിട്ട് എത്ര ദിവസമുണ്ട്? തന്നെത്താൻ എല്ലാവരും ശോധന ചെയ്യണം. 80 വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ പിന്നെ ആത്മീക വിഷയത്തിൽ മിക്കവരും കൂടി വന്ന ഒരു 5,000 ദിവസം വല്ലോ. അത് 80 കൊല്ലം ജീവിച്ചിരിക്കുന്നവർക്ക്. ഞാനും നിങ്ങളിൽ പല ആൾക്കാരും ജീവിതത്തിന്റെ സായാഹ്നത്തോടടുത്ത കർത്താവിനെ കണ്ടത്. ചിലര് ജീവിതത്തിന്റെ മധ്യാഹ്ന ഭാഗത്താ കണ്ടത്. ബാക്കി സമയം മുഴുവൻ പോയി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ആട്ടെ, മധ്യാഹ്നത്തോടടുത്ത് യേശുവിനെ കണ്ടു, അല്ല സായാഹ്നത്തോടടുത്ത് കണ്ടു. അന്ത്രയോസും സഹോദരനുമൊക്കെ യേശുവിനെ കണ്ട സമയത്തെ പറ്റി അവിടെ കൊടുത്തിരിക്കുന്നത് 10-ാം മണി എന്നാ. അപ്പോൾ ഏകദേശം 10-ാം മണി. 10-ാം മണി എന്ന് പറയുമ്പോൾ 10 മണി യഹൂദന്റെ കണക്കാ. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തല്ല. അപ്പം യഹൂദന്റെ കണക്കനുസരിച്ച് നമ്മുടെ സമയം എത്രയാ? ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ. സമ്മതിച്ചു? അതിനെ ഞാൻ എന്നാ അടിച്ചേൽപ്പിക്കുകയായിരുന്നു? പിന്നെ ഞാനാണോ യഹൂദൻ? അപ്പോ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരുന്ന കേട്ടിട്ടുണ്ടോ? അത് മതി. അപ്പൊ പകല് സൂക്ഷം 12 മുതൽ 3 മണി വരെയുള്ള സമയമാണ്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ. അന്ത്രയോസൊക്കെ യേശുവിനെ കണ്ടത് 10-ാം മണിക്കാ. അപ്പൊ 10-ാം മണി എന്ന് പറയുമ്പോൾ 4 മണി. അതിനകത്തൊരു പാഠം, ജീവിതത്തിന്റെ വൈകിയ സമയത്താണ് യേശുവിനെ കണ്ട്. ഒന്നാം മണി, 2-ാം മണി, 3-ാം മണി എല്ലാം അങ്ങ് പോയി. 6-ാം മണിയൊക്കെ പോയി. 9-ാം മണി വരെ നമ്മൾ കണ്ടില്ല. 10-ാം മണിക്കാ കാണാനത്തെ. പക്ഷെ ആ 10-ാം മണിക്ക് കണ്ടാൽ ഇനി സമയം കളയരുത്. അന്ത്രയോസിൽ കൂടിയുള്ള പാഠം, യേശുവിനെ കണ്ട അന്ത്രയോസ് കണ്ടുടനെ അന്ത്രയോസ് പഞ്ചാബിന് പോകുകയല്ല. നാട്ടിലൊക്കെ പലരും യേശുവിനെ കണ്ട ഉടനെ നേരെ ഭാവികളെല്ലാം പഞ്ചാബില്, ചിലർ അന്നേ മുഴുവൻ ഭാവികളെല്ലാം എവിടെ? ഒറീസായില്.
ഇപ്പം കൂടുതൽ പാപികളും ബീഹാർ സൈഡിലാണ്. അവിടെ പാപികളില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും ബീഹാറിൽ പോകരുതെന്നല്ല, ഒറീസയിൽ പോകരുതെന്നല്ല, ഛത്തീസ്ഗഡിൽ പോകരുതെന്നല്ല. അന്ത്രയോസ് 4 മണി നേരത്ത്, അല്ലെ യഹൂദന്റെ 10 മണി, നമ്മുടെ 4 മണി, യേശുവിനെ കണ്ട ഉടനെ അന്ത്രയോസ് നേരെ പഞ്ചാബിലോട്ടൊന്നും അല്ല പോയത്. അന്ത്രയോസ് നേരെ വീട്ടിൽ വന്നേച്ച് പത്രോസിനോട് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടെന്ന്. നീയും വരാൻ പറഞ്ഞു. ഒരു വ്യക്തി യേശുവിനെ കണ്ടാൽ ആദ്യം വീട്ടിലുള്ളവരോട് പറയണം. നാട്ടിൽ പല ആൾക്കാർ യേശുവിനെ കണ്ടാൽ പിന്നെ വീട്ടുകാരുമായിട്ട് മിണ്ടുകയല്ല. ഉടനെ മതിലും പൊക്കി കെട്ടി നമ്മൾ ചോദിക്കാൻ അവര് ഈ വെളച്ചിലുള്ള കുറെ ആൾക്കാർ പറയുന്നതിനറിയോ, ദൈവാത്മാവ് പറഞ്ഞ് അവരോട് ഞാൻ ഇരുത്തിക്കൊണ്ട് പുകഴ്ചയൊന്നും പറയുകയല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഏതായാലും ഈ ബഹുമാനീയ കർത്തൃദാസനും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. അത് വലിയ എല്ലായിടത്തും ഇല്ലാത്ത കാര്യമാണ്. മക്കളും കൊച്ചുമക്കളും മരുമക്കളും ചേട്ടാനിയന്മാരും എല്ലാം കൂടെ ഒന്നിച്ചേ. ഇത് മിക്കയിടത്തും പാലയ്ക്കാ പിരിഞ്ഞ പോലെ തമ്മി മിണ്ടുക പോലൊരു ഗുസ്തിയാണ് ഗുസ്തി. അതെ, സ്റ്റേജിൽ നിന്ന് കസർത്ത കേട്ടാൽ ചേട്ടനും അനിയനെ മിണ്ടുകാല, എഴുത്തി അനിയത്തി മിണ്ടുകാല, ഗുസ്തിയും ടോർപ്പിടോയും പാര് എന്നൊക്കെ കൊന്ത്രാക്കൊള്ളിയ എന്ന് വെച്ചാൽ ആ പ്രൈസൺ കാറിന്റെ വൈപ്പറടിക്കും. ആര് പറയാനാ, ആരോട് പറയാനാ? തമ്മി തമ്മി മിണ്ടുകയില്ല, യോജിക്കുകയില്ല. അന്ത്രയോസിൽ നിന്നുള്ള പാഠം, യേശുവിനെ കണ്ട ഉടനെ സ്തോത്രം നേരെ വീട്ടിൽ വന്നേച്ച് സഹോദരൻ പത്രോസിനോട് പറഞ്ഞു, മശിഹായെ ഞാൻ കണ്ടെത്തി, നീയും കൂടെ വന്ന് കാണാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വ്യക്തി യേശുവിനെ കണ്ടാൽ വീട്ടുകാരോട് ആദ്യം പറയണം, അയലത്തുകാരോട് പറയണം, ചേർച്ചക്കാരോട് പറയണം. അതിനാ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ദൈവം നമ്മെ അതിനാ കണ്ടിരിക്കുന്നത്. അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി പത്രോസിന്റെ ഒക്കെ പാഠം പഠിച്ച അതുകൂടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. ഈ യഹൂദയിൽ വെച്ച് യേശുവിനെ പത്രോസ് വന്ന് കണ്ടു, പക്ഷെ സമർപ്പിച്ചില്ല. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. യഹൂദയെ വെച്ച് കണ്ടു. അന്ത്രയോസ് എന്ന് പത്രോസിന് ഇത് യഹൂദയിൽ വെച്ചാ കണ്ടു. കണ്ടപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് സമർപ്പിക്കണ്ടേ? പുള്ളി സമർപ്പിച്ചില്ല. കൊള്ളാടാ, നീ പറഞ്ഞ ആളിനെ ഞാൻ തരക്കേടില്ല, വിട്ടുപോയി. പക്ഷെ കർത്താവ് പത്രോസിനെ ഉന്നം വെച്ചു. കർത്താവ് പോയില്ല, വിട്ടില്ല. ഇവരുടെ നാട് കപർന്നഹൂമില്ല, ഗലീലയില്. യേശുവിനെ പത്രോസും ആദ്യം കാണുന്നത് യഹൂദയിൽ വെച്ചാ. ഏതാണ്ട് 10-80 മൈൽ ദൂരമുണ്ട്. കർത്താവ് വിട്ടില്ല. നേരെ കർത്താവ് കപർന്നഹൂമിലോട്ട് പോയി. കർത്താവ് പത്രോസിനെ ഉന്നം വെച്ചാ പോയത്. നേരെ കപർന്നഹൂമിൽ ചെന്ന്. അപ്പം കപർന്നഹൂമിൽ ചെന്ന് കർത്താവ് വളരെ ബുദ്ധിയോടാണ്. കപർന്നഹൂമിൽ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. കപർന്നഹൂമിൽ ചെന്ന് ഇവരുടെ പള്ളി കയറി പ്രസംഗിച്ചു യേശു. അപ്പൊ കർത്താവിനറിയാം യഹൂദന്റെ ഒരു രീതി, ശബത്തിൽ പള്ളി വരും. അന്ത്രയോസും പത്രോസും ഒക്കെ പള്ളി കാണും. കർത്താവ് ഇത്രയും കിലോമീറ്റർ നടന്ന് അവിടെ ചെന്നേച്ച് പള്ളി കയറി പ്രസംഗിച്ചു, പുസ്തകം കൊടുത്തു, വിടർത്തി, തുറന്നു, കാര്യം പറഞ്ഞു. അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ലാവണ്യമാക്ക് പള്ളിയിലിരുന്നവരുടെ എല്ലാം കണ്ണ് കർത്താവ്. അപ്പം അവിടെ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനുണ്ട്. യേശു ആ ദുരാത്മാവിനെ ശാസിച്ചു, അവന് വിടുതൽ. എന്നിട്ടും പത്രോസ് സമർപ്പിച്ചില്ല. യഹൂദയിൽ വെച്ച് കണ്ടു, സമർപ്പിച്ചില്ല. യേശു വിട്ടില്ല, പുറകെ പോയി. അവരുടെ നാട്ടിലെ പള്ളി ചെന്നു, പള്ളി കാണുമെന്നറിയാം. എന്നിട്ട് ഈ വിടുതൽ നടത്തി, സമർപ്പിച്ചില്ല. പത്രോസും വിട്ട്. യേശു പോയില്ല, വിട്ടില്ല. അടുത്ത വാക്യമുണ്ട്, കർത്താവ് പള്ളിയിൽ നിന്നിറങ്ങി പത്രോസിന്റെ വീട്ടിൽ ചെന്നു. പള്ളിയിൽ നിന്നിറങ്ങി പത്രോസിന്റെ വീട്ടിൽ ചെന്നു. അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുക. യേശു ചെന്നു, തൊട്ടു, സൗഖ്യമാക്കി. അവള് ചാടി എഴുന്നേറ്റു. എന്നിട്ടും സമർപ്പിച്ചില്ല.
അതുകൊണ്ടാണ് മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് യേശു ചെന്നു. ലൂക്കോസ് 5 ചേർക്കണം. സ്തോത്രം. കാര്യങ്ങളെല്ലാം പറഞ്ഞു, വീശാൻ പറഞ്ഞു, വീശി മത്സ്യം കിട്ടി, പരിഭ്രമിച്ചു, കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം, ദൈവസന്നിധിയിൽ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോടും കൂടെ പറയണം. നമുക്ക് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തരുത്. എപ്പോഴും നമുക്ക് സമയം ലഭിച്ചെന്ന് വരികയല്ല, ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ എൻ്റെ ഭാഷ പറയാം, പ്രിയരെ, ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം വേറെ പുസ്തകം വായിച്ച് ധ്യാനിച്ചോണം. കൈയടിക്കാൻ ആക്കമുള്ളപ്പം ശബ്ദത്തിൽ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാനും ചെലവാക്കാനും ചെലവഴിപ്പാനും ദൈവം നമുക്ക് സാവകാശം തരുമ്പോൾ അത് നമ്മളാലാകുമ്പോൾ ഇത് നന്നായി ചെയ്യണം. ഒരു വ്യക്തിക്ക് ലഘുലേഖ കൊടുക്കാൻ അവസരം കിട്ടിയാൽ ലഘുലേഖ കൊടുത്തോണം. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ അവസരം കിട്ടിയാൽ അന്നേരം പറയണം. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഈ എല്ലാ മരണ വീട്ടിലും കാണുമല്ലോ. ഞാൻ പറഞ്ഞു, കഴിവിൻ്റെ പരമാവധി ഞാൻ പോകും. വിളിക്കുമോ? ഞാൻ പറഞ്ഞു, ചിലർ വിളിക്കും, കൂടുതലും വിളിക്കാതായി പോകുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞു, മരണ വീട്ടിൽ ആര് വിളിച്ചില്ലെങ്കിലും ഞാൻ കല്യാണ വീട്ടിൽ അങ്ങനെ പോവുകയല്ല. മരണ വീട്ടിൽ പോകും, ആരും വിളിക്കണ്ട, അറിഞ്ഞാൽ ഞാൻ പോവും. എത്രയോ സ്ഥലത്ത് ഒരു പരിചയമില്ലാത്തടത്തൊക്കെ ഞാൻ ചൊല്ലും. അത് പെന്തിക്കോസ് മാത്രമല്ല, മാർത്തോമക്കാരോട് ഒക്കെ പോയി, CSക്കാരെ, ഓർത്തഡോക്സുകാർ എല്ലായിടത്തും പോകും. അടുത്ത കാലത്ത് ഓർത്തഡോക്സിലെ ഒരു വലിയ അപ്പച്ചനെ മരിച്ചു. അതൊക്കെ KM മാണിയൊക്കെ ആയിട്ട് വളരെ കരുവേലിലെ അച്ചായനെ. അപ്പോൾ KM മാണിയുടെ കൂടെ ഉണ്ട്, 97 വയസ്സുണ്ട്. അപ്പോൾ തമ്പിച്ചാൻ എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പച്ചൻ കടന്നു പോയി. ഞാൻ ചെന്നു, ഓർത്തഡോക്സ്, എല്ലാവരും ഓർത്തഡോക്സുകാർ. അപ്പോൾ പിന്നെ അവർ ചെന്ന് അവരുടെ ചുമതലപ്പെട്ടവരോട് പറഞ്ഞു, കാവാലം മാഷ് വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിലും പുള്ളിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. സമയം എനിക്ക് ദൈവകൃപയാൽ ഒരു മിനിറ്റെങ്കിലും പലരും തരും. എവിടെ ചെന്നാലും 1 മിനിറ്റെങ്കിലും തരും. അത് ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. എല്ലായിടത്തും ഞാൻ പോവും, കഴിവിൻ്റെ പരമാവധി. ഒരു ദിവസം 8 അടക്കത്തിന് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, ഇതിൻ്റെ ആപ്പ് എവിടാന്ന്? അവൻ അതാ അറിയാണ്ട്. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആപ്പൊന്നുമില്ല, നീ ആപ്പ് വെക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എവിടെയാണെങ്കിലും പോവും. അപ്പം ഒരിക്കലും ഒരു അമ്മയെ കാണാൻ ചെന്നപ്പം, അന്ന് 5 അടക്കമുണ്ട്. അവിടെ ചെന്നപ്പം ഡെഡ് ബോഡി മാത്രമേ ഉള്ളൂ, ആരുമില്ല. കാരണം അവർ രാത്രിയിലൊക്കെ ഇരുന്ന് രാവിലെ ദിനചര്യക്കൊക്കെ പോയപ്പോഴാണ് ഞാനും ചൂപ്പാസും കൂടെ ചെന്ന്. 6 മണി കഴിഞ്ഞു. ചെന്നപ്പോൾ ഈ തള്ള തന്നെ കിടക്കുക, ആരുമില്ല. ഞാൻ പറഞ്ഞു, ആ കുഴപ്പമില്ല, അതൊക്കെ വന്നോളൂ, നമുക്ക് പാടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുകൂടെ ഇന്ന് പാട്ട് പാടി. രാവിലെ 6:30 അവർ രാത്രി മുഴുവൻ ഉറക്കം വളച്ചു വെച്ച് കുഞ്ഞുങ്ങൾ ബാത്റൂമിൽ പോകാനും മറ്റു കാര്യത്തിന് പോയ സമയത്താണ് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഓടി വന്നു. ആണ്ട്രാ, ഇവർ രണ്ടും വന്നെന്ന്. പിന്നെ 3-4 പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ചേച്ച് ഞങ്ങൾ ഇഞ്ഞ് പോന്നു. അങ്ങനെയൊക്കെ പോവും. കൊച്ചറയിലെ IPC കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വരിക, വണ്ടി രാത്രി വന്നപ്പോൾ 8-ാം മൈൽ അണക്കര രാത്രി വെട്ടവും വെളിച്ചോ ആളും. അപ്പം നോക്കിയപ്പോൾ ഒരു മരണം നടന്നു, ഫോട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി നിർത്ത്, നമുക്കൊന്ന് കണ്ടുവെച്ച് പോകാം. രാത്രി 12:30 ഡെഡ് ബോഡി ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് എന്തോ പരിചയം, ഇനിയിപ്പോൾ ഇതിനെ പരിചയപ്പെട്ടിട്ട് തന്നെ എടുക്കാനാ, നമുക്ക് കയറാം. കയറി ചെന്ന് ഞാൻ രാത്രി 12:30 കഴിഞ്ഞു. അവരെല്ലാം ഒത്തിരി, ഒരു 10-100 പേരോളം ഉണ്ട്, വലിയ ഫാമിലിയാണെന്ന് തോന്നുന്നു. ആരെയും പരിചയമൊന്നും. ചെന്ന് ഞാൻ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ പുറകോട്ട് ഇറങ്ങിയപ്പം അവർ മലങ്കര കത്തോലിക്കരാ. അപ്പം ആ സഭയുടെ പ്രധാന കൈക്കാരന്മാരായിരിക്കും. ഒരു അച്ചായനെന്നുള്ള പുള്ളിയോട് പറഞ്ഞു, അയ്യോ കാവാലം ഭാഷ, ഞങ്ങൾ എപ്പോഴും പ്രസംഗമൊക്കെ കേൾക്കുന്നതാ. ഞാൻ പറഞ്ഞു, കൺവെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നപ്പം ഇത് കണ്ടാ ഉടനെ പുള്ളി പറയാ, അങ്ങനെയാണെങ്കിൽ പ്രസംഗിച്ചേച്ച് പോയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ രാത്രി 12:45 അതൊന്നും ഇവിടെ മൈക്ക് കൊണ്ടുപാടാന്ന് പറഞ്ഞു. രാത്രി എല്ലാം ഓഫാക്കി വെച്ചതാ. പുള്ളി പ്രധാന മൈക്ക് കൊണ്ടുവന്നു. ഞാനും ഓർത്ത് നല്ല അവസരം, 10-100 ചില്ലുവാനും പേരുണ്ട്. വളരെ എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് അല്പസമയം സംസാരിച്ചു. അപ്പം ഞാൻ ഈ മരണ വീടുകളിൽ പോകും. സമയം നഷ്ടപ്പെടുത്തുകയെന്ന് പറയാൻ ഒരു കാരണമാണ്, 2 കാരണമാണ്. അനേക പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ രാത്രി ഡെഡ് ബോഡി വെക്കുന്നിടത്തൊക്കെ ഞാനും ഷൂപാസ്റ്റും ഒക്കെ പോയിരുന്നു വെളുക്കുവോളം പാട്ട് പാടി പ്രാർത്ഥിക്കും. ഇപ്പോഴും പോകും. ഈയിടെ നമ്മുടെ സീതത്തോട് ബാബുവിൻ്റെ മകൻ മരിച്ചു, ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് പാട്ട് പാടി. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ
കാനലീലാമ്മ മരിച്ചു, കർത്താവിൻ്റെ ദാസി. ഞാൻ വെളുക്കുവോ അന്ന് കുമളി കൺവെൻഷൻ കഴിഞ്ഞ് രാത്രി 12:30 വന്നു. കൺവെൻഷൻ കഴിഞ്ഞാ വരുന്നേ, ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും ദൈവം ബലപ്പെടുത്തി ഞങ്ങൾ അവിടെ ഇരുന്ന് പാട്ട് പാടി. സാബു പോയി കിടന്ന് ഇച്ചിരി നേരം ഉറങ്ങി. സജി പാസ്റ്റർ കുറച്ചു നേരം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ പാടാന്ന് പറഞ്ഞു. വെളുക്കോളം പാട്ട് പാടി പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ പോകും. അപ്പം അതിന് കാരണം സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറയും. ഒരു കാരണം എന്താ ഈ മരണ വീടുകളിൽ പോകുന്നത്? അതിന് 2 കാരണമാ പ്രധാനം. ഒന്ന്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലതാ. ഒന്ന്, ഇനി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, നിങ്ങൾ യോജിക്കുമോന്നറിയത്തില്ല. ദൈവകൃപയാൽ ഞാൻ നാട്ടിലെ ദുഃഖഭവനങ്ങളിൽ ചെന്നാൽ അധ്യക്ഷന്മാരും നടത്തിപ്പുകാരും എല്ലാം എനിക്ക് 1 മിനിറ്റെങ്കിലും തരും. അത് എല്ലാ സഭക്കാരും എല്ലാവരും തരും. അപ്പം എൻ്റെ ഒരു ഉന്നം, മരണ വീടുകളിൽ നാനാജാതി മതസ്ഥരൊക്കെ വരും. അപ്പം എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ ഒരു വാക്കിൽ സുവിശേഷം പറയും. ഒരു വാക്കിൽ പറയും. അതാ എൻ്റെ ഉന്നം. അതാ ഒരു വാക്ക് ഞാൻ കൂടെപ്പെട്ടവരോട് പറയും. നമ്മൾ ഒരു ദിവസം ഈ വഴി കടന്നു പോകണം. പോകുന്നതിന് മുമ്പ് സകല മനുഷ്യനും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തുവാ രക്ഷകൻ. ഇത് ഞാൻ എല്ലായിടത്തും പറയും. അതുകൊണ്ട് ഒരു ദിവസം നാട്ടിലൊക്കെ ഞാൻ ദൈവകൃപയാലെ ഒരു 10,000 പേരോടൊക്കെ സുവിശേഷം പറയുന്നുണ്ട്. വിവരിച്ചല്ല, മതി. ദൈവകൃപ എല്ലായിടത്തും പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ, ഒറ്റ വാക്കി പറയും, യേശു രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആത്മനിറവോടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിച്ച ചിലരെ പറ്റി വേദപുസ്തകത്തിലുണ്ട്. അത് നാളെ പറയാം. 9 അച്ഛൻ എന്നോട് പറഞ്ഞ 9 അതേ കൃത്യം നിർത്തി. വേണ്ട, ഇത് മതി. നന്നാകുന്നവരോട് ഒത്തിരി പറയണ്ട. ബാക്കി ദൈവം അനുവദിച്ച നാളെ. അപ്പം നാളെ ഇതിൻ്റെ ബാക്കി സമയം തക്കത്തിൽ ഉപയോഗിച്ച ചില വ്യക്തികളെയും വിഷയങ്ങളെയും നാളെ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ചിന്തിക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നമുക്ക് തരുന്ന സമയമാ. ദൈവത്തിന് മകത്വം ദൈവം നമുക്ക് തരുന്ന അവസരമാ. അതൊന്നും ആരും നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന് മകത്വം ഇന്ന് രാത്രി എല്ലാവരും വന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാവരും വന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചാട്ടെ. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, സമയങ്ങൾ ആരും നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് മകത്വം. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ദൈവത്തെ മകത്വപ്പെടുത്തേ. ഓ ദൈവത്തിന് മകത്വം. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ പഴയ പാട്ടിന്റെ 2 ചരണം പാടാ. ആ വഴുതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. വഴുതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനെന്ന പൂർണ്ണതയോടെ ഭാവിക്കട്ടെ മഹത്വം അവനെന്നും. ആമേൻ. ഭാവിക്കട്ടെ മഹത്വം അവനെന്നും. ആമേൻ. കാണുന്നു ഞാൻ എനിക്കാശ്രയമായൊരു ശാശ്വത കാണുന്നു ഞാൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.